2026 SSLC ഫിസിക്സ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളാണോ നിങ്ങൾക്ക് പലർക്കുമുള്ള ഒരു സംശയമാണ്. SSLC ഫിസിക്സിലെ 7 ചാപ്റ്ററുകളിൽ നിന്നും ഓരോ ചാപ്റ്ററിനും എത്രത്തോളം വെയിറ്റേജ് ഉണ്ടാവും, ഓരോ ചാപ്റ്ററിൽ നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ ആ സംശയം തീർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. സോ SSLC ഫിസിക്സിലെ 7 ചാപ്റ്ററുകളിൽ നിന്നും 5 ചാപ്റ്ററുകൾ എടുക്കുകയാണെങ്കിൽ ആ 5 പ്രധാനപ്പെട്ട ചാപ്റ്ററുകളിൽ നിന്നും 6 മാർക്കിന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഏതൊക്കെയാ ചാപ്റ്റേഴ്സ്? സൗണ്ട് വേവ്സ്, ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ, മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്, ഇലക്ട്രിക്കൽ എനർജി കൺസംപ്ഷൻ ആൻഡ് കൺസർവേഷൻ, അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നീ ചാപ്റ്ററുകളിൽ നിന്നും 6 മാർക്കിനാണ് കുട്ടികളെ ക്വസ്റ്റ്യൻസ് വരിക. എന്നാൽ 2 ചാപ്റ്ററുകൾ ഉണ്ട്. ഏതൊക്കെയാ? ലെൻസസും അതേപോലെ തന്നെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷനും. ഈ 2 ചാപ്റ്ററുകളിൽ നിന്നും 5 മാർക്കിന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 7 ചാപ്റ്ററുകളിൽ വളരെ ഈസിലി നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്ന ചാപ്റ്റേഴ്സ് ആണ് സൗണ്ട് വേവ്സ്, ലെൻസസ്, വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്നും ഒരൊറ്റ മാർക്കും മിസ് ചെയ്യാതെ പഠിച്ചു പോവുകയാണെങ്കിൽ വളരെ ഈസിലി നമ്മൾക്ക് A+ലേക്ക് എത്താൻ കഴിയും. ഓക്കെ അല്ലേ? ഇനി വിഷമമെന്ന് നിങ്ങൾക്ക് തോന്നാവുന്ന മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഇക്വേഷൻസ്, അതായത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാനുള്ള കുറച്ച് ഇക്വേഷൻസ് മാത്രം പഠിച്ചു വെച്ചുകൊണ്ട് മാക്സിമം സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും. താങ്ക് യു.